കാലാവസ്ഥ മാറുമ്പോൾ വരുന്ന ചുമയ്ക്ക് ഏറ്റവും ബെസ്റ്റ് ആടലോടകമാണ്. ഇല ഉപ്പ് കൂട്ടി അരയ്ക്കണം എന്നുള്ളത് അമ്മമ്മയാണ് പഠിപ്പിച്ച് തന്നിട്ടുള്ളത്. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ആടലോടകം ഉപയോഗിച്ചിട്ടുള്ള ഒരു രുചികരമായ ഓംലെറ്റ്, അതേപോലെ തന്നെ നമുക്ക് നന്നായി ഹെൽത്തി ആയിട്ടുള്ള ഓംലെറ്റാണ് നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത്. ഡ്രൈ കഫ് മാറാൻ ഏറ്റവും നല്ലത് ആടലോടകമാണ്. ഞാൻ പൊതുവെ കഷായം വെച്ചിട്ടാണ് കുടിക്കാറ്, പക്ഷേ മോനത് ഇഷ്ടമല്ല. അപ്പോൾ മോന് വേണ്ടിയിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്ന് പറയുന്നത് കുഞ്ഞുള്ളി നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം. അതുപോലെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി വേണം. പിന്നെ വേണ്ടത് ജീരകമാണ്. ഈ കുഞ്ഞുള്ളിയും ഇഞ്ചിയും നമുക്കൊന്ന് വെള്ളത്തിലിട്ട് വെക്കാം. വെള്ളത്തിലിട്ട് വെച്ച് നല്ല വൃത്തിയായിട്ടൊന്ന് കഴുകിയെടുക്കാം. ജീരകം 2 ജീരകം എടുക്കുന്നുണ്ട്. കുഞ്ഞു ജീരകം എടുക്കുന്നുണ്ട്, വലിയ ജീരകം എടുക്കുന്നുണ്ട്. നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുകയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. വലിയ ജീരകമുണ്ട്, ചെറിയ ജീരകമുണ്ട്. കുറച്ച് കുരുമുളക് എടുത്തിട്ടുണ്ട് കേട്ടോ. കുട്ടികൾക്കാവുമ്പോൾ നമ്മൾ കുറച്ച് കുരുമുളക് എടുത്താൽ മതി, അല്ലെങ്കിൽ അവർ കഴിക്കില്ല കേട്ടോ. ആടലോടകത്തിൻ്റെ ഇലയാണ് അടുത്തതായിട്ട് വേണ്ടത്. എനിക്കൊരു മരമുണ്ട്, അതിമെന്നാണ് ഞാൻ എടുക്കുന്നത്. പക്ഷേ ഒരു ചെറിയ പ്രശ്നം എന്താ വെച്ചാൽ, ഇല എടുക്കാൻ പോയ സമയത്ത് കാലിൽ മുഴുവൻ കണ്ടോ ഒരു പുല്ല് ഒട്ടിപ്പിടിച്ചിട്ടുണ്ട്. അതിനി പാൻറ്റിൽ നിന്ന് പറിച്ച് കളയണം. എൻ്റെ ആടലോടകത്തിൻ്റെ ഇല മുഴുവൻ പുഴു തിന്ന് നാശമാക്കി. പിന്നെ അതിന് ഞാൻ തിരഞ്ഞ് കുറച്ച് ഇല കിട്ടിയിട്ടുണ്ട്, നല്ല ഇല. ഞാനത് നന്നായി കഴുകി എടുത്തിട്ടുണ്ട്. ഇനി അരയ്ക്കുകയാണ് വേണ്ടത്. ഇതെല്ലാം മിക്സി ഉണ്ടെങ്കിൽ മിക്സിയിൽ അരച്ചെടുക്കാം. ഞാൻ അമ്മിയുണ്ട്, അമ്മിയിൽ വെച്ചിട്ടാണ് അരയ്ക്കുന്നത്. ആദ്യം അരയ്ക്കേണ്ടത് ജീരകങ്ങളും പിന്നെ കുരുമുളകുമാണ്. അത് നന്നായി പേസ്റ്റാക്കി അരച്ചെടുത്തതിന് ശേഷം കുഞ്ഞുള്ളി ചേർക്കുക. കുഞ്ഞുള്ളി അമ്മിയിൽ അരയ്ക്കുമ്പോൾ ആദ്യം ഒന്ന് ചെറുതായിട്ട് ചതയ്ക്കുക. ഓരോ ചതക്കലിലും കുറച്ച് കുഞ്ഞുള്ളി എന്നോട് പിണങ്ങിയിട്ട് പുറത്തേക്ക് ഓടിപ്പോവുകയാണ്. എല്ലാവരും പെറുക്കിയെടുത്ത് വീണ്ടും ഇതിൽ തന്നെ ഇട്ട് അരച്ചിട്ടുണ്ട്. എന്തായാലും എൻ്റെ ചാനൽ പുതിയ ചാനലാണ്. നിങ്ങളൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. ആവശ്യമുള്ളവരിലേക്ക് ഷെയർ ചെയ്തൊക്കെ കൊടുക്കണം. ഇനി അടുത്തായിട്ട് നമ്മൾ ഇലയാണ് അരയ്ക്കാൻ പോകുന്നത്. ഇല ഉപ്പിട്ട് അരയ്ക്കണം എന്നാണ് അമ്മമ്മ പഠിപ്പിച്ചിട്ടുള്ളത്. എന്നാലാണ് നന്നായി അരയുക. ഇലയുടെ നാരുകളൊന്നും ഇല്ലാതെ നല്ല പേസ്റ്റായി അരഞ്ഞ് കിട്ടാൻ ഉപ്പ് നന്നായി ഹെൽപ്പ് ചെയ്യും. ഇപ്പം എല്ലാം അരച്ച് കഴിഞ്ഞിട്ടുണ്ട്. നമ്മളിനി ഇതിനൊന്നുകൂടെ ഫൈനലായിട്ടൊന്ന് അരച്ചെടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക. അമ്മീമ്മ വെച്ച് തന്നെ ഒന്ന് മിക്സ് ചെയ്യുക കേട്ടോ. ചാനലൊന്ന് ഹൈപ്പ് ചെയ്യണം, എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി നന്നായി ഒന്നുകൂടെ മിക്സ് ചെയ്യുന്നുണ്ട്. അതിന് ശേഷം 2 കോഴിമുട്ടയാണ് ഇതിലേക്ക് പൊട്ടിച്ചൊഴിക്കാൻ പോകുന്നത്. നാടൻ മുട്ട കിട്ടുകയാണെങ്കിൽ നാടൻ മുട്ട തന്നെ എടുക്കണേ. ഇപ്പം എൻ്റെ കയ്യിലില്ലാത്തത് കൊണ്ടാണ് ഞാൻ ഈ മുട്ട എടുത്തത്. നാടൻ മുട്ടയാണ് ഏറ്റവും നല്ലത് ഈ മുട്ടേനേക്കാളും. നന്നായി മിക്സ് ചെയ്യുക. ആ ഒരു അരപ്പ് എല്ലാത്തിലും ചേരുന്ന രീതിയിൽ നന്നായി മിക്സ് ചെയ്യുക. ഞാനിവിടെ ദോശച്ചട്ടിയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് നോൺ സ്റ്റിക്ക് പാൻ ആണെങ്കിൽ അത് ഉപയോഗിക്കാം. ദോശച്ചട്ടി ചൂടായി ഞാൻ വെളിച്ചെണ്ണ പുരട്ടി കൊടുക്കുകയാണ്. ശേഷം അതിലേക്ക് ആ മിക്സ് ഒഴിച്ചു കൊടുക്കുകയാണ്. നന്നായി പരത്തി റൗണ്ടാക്കി ഫില്ല് ചെയ്ത് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഒരു പുറം നന്നായി വെന്ത് വരുന്ന സമയത്ത് എന്ത് ചെയ്യണം? തിരിച്ചിട്ട് കൊടുക്കണം. ഒന്ന് അടച്ച് വെച്ച് വേവിക്കുന്നുണ്ട് ഞാൻ. അടച്ച് വെച്ചപ്പോൾ നല്ല പിസ്സേൻ്റെ രൂപത്തിലൊക്കെ ആയിട്ടുണ്ട്. ഇതിനങ്ങനെ കയ്പ്പൊന്നും ഉണ്ടാവില്ല, അതാണ് ഇതിൻ്റെ പ്രത്യേകത. കുട്ടികൾക്ക് നന്നായി ഇഷ്ടപ്പെടും. ഇലേൻ്റെ ഒരു ടേസ്റ്റ് അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുക. ആവശ്യമുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക.